വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് കാപ്പൂസ് വ്ലോഗ്. ഇറ്റ്സ് മീ കാത്തുകുട്ടി. ഇറ്റ്സ് മീ അപ്പുകുട്ടി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മളത് എവിടെ പോകുന്നു, സ്ഥലത്ത് അത് നമ്മൾ അവിടെ എത്തിയിട്ടാണ് പറയാൻ പോണത്. അപ്പം നമ്മൾ പോകുന്ന വഴി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നത് എങ്ങോട്ടാണ്. അത്ര പോപ്പുലർ വഴിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മുടിയൊക്കെ ഒന്ന് വെട്ടി ഇവിടെ വരെ ഷോർട്ട് ഹെയർ ആക്കി. അതൊക്കെ നമ്മുടെ ഒരു സൂപ്പർ ഔട്ട്ഫിറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇതിനു വേണ്ടി ഇടാൻ വേണ്ടി. അതിനെ കാണിച്ചു തരാം. നമ്മളിതാ നമ്മുടെ 3X വണ്ടിയിലാണ് നമ്മളിതാ ഇപ്പോൾ പോവാണ്. നമ്മുടെ കൂടെ ഒരു ഫാമിലി വരുന്നുണ്ട്, ഒരു അങ്കിളും ഒരു ആൻറ്റിയും വരുന്നുണ്ട്. അപ്പം അവരെയൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ കാണാൻ പോവാണ് നമ്മൾ. അവരെ കൂടെ കൂട്ടിയിട്ട് ഈ വണ്ടിയില്ലത് അവരവരുടെ വണ്ടിയിൽ നമ്മൾ നേരെ. അപ്പോൾ ഏത് വഴിയാ പോണേന്ന് ഞാൻ പറയണോ? കുറച്ച് കഴിഞ്ഞ് പറയാം. നമ്മൾ ആ വഴി എത്തുമ്പോൾ, അതെ ആ വഴി എത്തുമ്പോൾ നമ്മൾ പറയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഓക്കെ. പിന്നെ തംബ്നെയിൽ ഞാനേ എന്താ പ്ലേസ് എന്ന് ഇടും നിങ്ങൾക്ക് എഴുതണ്ട കേട്ടോ. ആനന്ദഭവൻ എന്തായാലും ഒരു പേരിൽ നമ്മളെ ഇപ്പൊ നമ്മൾ പാലക്കാടാണ്. ഇപ്പൊ സമയം ഫുഡ് കഴിക്കാൻ തുടങ്ങിയല്ല, അതുകൊണ്ട് സമയം കുറച്ച് പോയി. ഇപ്പൊ സമയം 9:19 ആയിട്ടുണ്ട്. നമ്മൾ 5 ഇടയ്ക്ക് ഇറങ്ങുകയാണ്. അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് തമിഴ്നാട് കയറുമ്പോൾ കാണാം. അപ്പം നമ്മൾ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മൾ വന്നിട്ടുള്ള മറ്റേ ടേക്ക് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത പഴംപൊരി ഇഷ്ടമായ പഴംപൊരി സൂപ്പറാട്ടോ. പഴംപൊരി സൂപ്പർ. അപ്പോൾ പഴംപൊരി ഇവിടെ വന്നാൽ കഴിച്ചു. പിന്നെ ജ്യൂസ് എങ്ങനെയുണ്ട്? ജ്യൂസ് കുഴപ്പമില്ല പറഞ്ഞു. ചായ എങ്ങനെയുണ്ട്? ചായ സൂപ്പറാണെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് തമിഴ്നാട്. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ പോകാൻ പോണ വഴിയിലൂടെ അല്ല. നമ്മളിപ്പോൾ പോകുന്നത് ഒരു മലയിലാണ്. അപ്പോൾ ഒരു ഹൈ റേഞ്ച് പ്ലേസാണ്. അതൊരു ക്ലൂ ആയിട്ട് നിങ്ങൾ കൂട്ടിക്കോ. എനിക്കാണെങ്കിൽ ആ പ്ലേസിൻ്റെ പേരിങ്ങനെ വായി വന്നുകൊണ്ടേ ഇരിക്കുന്നു. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ട് വന്നിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യണത്. അപ്പോൾ ഇത് നമ്മൾ പോണ വഴിയാണ്. ചെറുപ്പമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ 2 ക്ലൂ തരാം. തമിഴ്നാടാണ്, ഹൈ റേഞ്ചസ് ആണ്. 2 സ്ഥലമാണ് മെയിനായിട്ട് തമിഴ്നാട്ടിൽ ഇങ്ങനെ അറിയപ്പെടുന്നത്. അതിൽ ഞാൻ ബാക്കി പറയില്ല, കാരണം നിങ്ങൾക്കത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ക്ലൂ ആയിരിക്കും അത്. അപ്പോൾ ഞാൻ അതിപ്പോൾ പറയുന്നില്ല. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സഞ്ചരിച്ച് പോവുകയാണ്. അങ്ങനെ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിശക്കും, ചില സമയം നമുക്ക് വിശക്കില്ല. വിശപ്പ് വരാം, അത് സ്വാഭാവികം. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും നിർത്തി കഴിക്കും, പിന്നെയും പോകും. അങ്ങനെയായിരുന്നു കേട്ടോ പരിപാടി. അങ്ങനെ മെയിനായിട്ട് നിർത്തിയ കുറച്ച് സ്ഥലങ്ങളുടെ വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. വേറെ എവിടെയോ ഒക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ബാക്കി നിങ്ങൾ നമ്മളിതാ ഇപ്പോൾ ഇവിടെ ആരാന്നൊന്നും വിചാരിക്കരുത്. മുസ്ലിം പെങ്കൊച്ചൊന്നും അല്ല, അതാണ്ട് അപ്പുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പോവാ. ഇപ്പം നമ്മളിതാ ഇവിടെ കയറിയിട്ടുണ്ട്. നമ്മൾ തമിഴ്നാട് എത്തിയിട്ടുണ്ട്. നമ്മൾ തമിഴ്നാട് ഇപ്പം കയറിയതേ ഉള്ളൂ. സൂപ്പറാണ് കേട്ടോ നമ്മുടെ പ്ലേസ്. ഇപ്പം ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മൾ പോകുന്നത് പറയത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ എവിടെയാണെന്ന് നമ്മളിപ്പോൾ പറയും. അപ്പോൾ ഈ ബോർഡ് കാണുമ്പോൾ ഇവിടെ കൂടെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും അത് എവിടെയാണെന്ന് ഞാൻ പറയണത്. നിങ്ങൾ അതിൽ കൂടെ കേട്ടാൽ മതി. നമ്മളിപ്പോൾ പറയാൻ പോകണം നമ്മൾ ഏത് വഴിയാണ് പോകാൻ പോകണമെന്ന്, അതായത് എവിടെയാണ് പോകാൻ പോകണമെന്ന് ഈ വഴി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത്രയ്ക്കും പോപ്പുലറായ ഒരു സ്ഥലമാണ് ഈ ഒരു വഴി. കൂടുതൽ നമ്മുടെ പ്ലേസിനെ കേട്ടു. അപ്പോൾ നമ്മളിപ്പോൾ റിവീൽ ചെയ്യാൻ പോകണം. 3, 2, 1 അപ്പോൾ നമ്മളിപ്പോൾ മസനക്കുടി വഴിയാണ് പോകുന്നത്. അത് എങ്ങോട്ടാന്ന് ഞാൻ പറയത്തില്ല. മസനക്കുടി വഴി അത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അറിയാത്തത് കുറിച്ച് ടൈം കൊടുക്കാം. നമ്മളെന്തായാലും അവസാനം വരെ നമ്മൾ അപ്പോൾ പറയാവേ. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ വണ്ടിയുടെ വീഡിയോൻ്റെ ക്ലിപ്പ് ഒന്ന് കണ്ടു. മസനക്കുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര.
നമ്മളിപ്പോൾ ഉള്ളത് ടൈഗർ പ്രിസർവ് ആട്ടോ. അവിടെ മസനഗുഡി വഴി ടൈഗർ പ്രിസർവ് ആണ്. അപ്പോൾ ഗൈസ് നമ്മളിത് അവിടെ ഒരു സിംഹവാലൻ കുരങ്ങിനെ കണ്ടു. അതിൻ്റെ വീഡിയോ എടുപ്പിലാണ്. കുറേ പേരുണ്ടായിരുന്നു അവിടെ നിർത്തിയിട്ടായിട്ടോ. അപ്പം നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് വേണം. നമ്മളിവിടെ ഇറങ്ങുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. അതായത് ഇവിടെ സൂപ്പർ അരുവിയുണ്ട്. ഞാൻ താഴെ വീഴാൻ നോക്കട്ടെ. സൂപ്പർ അരുവിയാട്ടോ ഗൈസ്. ഇവിടെ ക്രോക്കഡൈൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇറക്കൂല. എന്തായാലും നല്ല രസമാണ് ഇവിടെ. ഇത് നമ്മളിപ്പോൾ ഉള്ളത് മസനഗുഡി വഴി പോകുന്ന സമയത്ത് മോയാർ റിവറിൻ്റെ അവിടെയാണ്. സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഊട്ടിക്ക് വരുമെങ്കിൽ മസനഗുഡി വഴി വന്നോ. അത്രയ്ക്കും ഡേഞ്ചറൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഗൈസ് ഇതായിരുന്നു അവിടുത്തെ അരുവി. ഇവിടെ നമുക്കിരുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അവിടുത്തെ സീറ്റിൽ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റില്ല. കാരണം അവിടെ ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽസ്. അവിടെ ക്രോക്കഡൈൽ അറ്റാക്ക് വരാൻ സാധ്യത. പിന്നെ മൗണ്ടനിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ട് പെട്ടെന്ന് തിര കൂടിയിട്ട് പ്രശ്നമാവാനും സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളെ ഇറക്കൂല. ഹെയർപിൻ വളവുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഹെയർപിൻ വളവുകളിൽ വരുന്നത്. ഈ ഹെയർപിൻ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഹെയർപിൻ വളവുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പെട്ടെന്ന് നല്ലതായിട്ട് ചെവി അറിയും കേട്ടോ. നന്നായിട്ട് ചെവി അറിയും. അപ്പൊ നമുക്ക് എന്തായാലും ഊട്ടി എത്തിയിട്ടാണ്. ഇപ്പൊ പെട്ടെന്ന് എടുത്തിട്ട് ഊട്ടി. അപ്പൊ അവിടെ എത്തിയിട്ട് നമുക്ക് ഇനി കാണാം. നമ്മൾ 12 മണിക്കൂർ അവിടെ ഇവിടെ നിർത്തി അങ്ങനെ നമ്മൾ 12 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഗ്രീൻ കസ ഹോട്ടലിൽ എത്തിയിരിക്കുന്നു. നമ്മളിത് ഗ്രീൻ കസ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഗ്രീൻ കസ ഞാൻ കാണിച്ചു തരാം. നല്ല സ്ഥലമാണ്. ഇവിടെ എല്ലാം അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഇതൊരു ഹോട്ടലാണ് കേട്ടോ. അവർ പക്ഷേ ഇതൊരു റിസോർട്ടായിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. പണിയില്ല മീൻകറി വെക്കുന്നു. ഇതാണ് ഞങ്ങൾ ഒരു റെഡിക്കാൻ പറ്റില്ല. ഗൈസ് അവിടെ തന്നെ അവരൊരു ഇങ്ങനെ ചെറിയൊരു ഷോപ്പ് പോലെ അറേഞ്ച് ചെയ്തിട്ട് അവിടെ കുറച്ച് കമ്മലും മാല അങ്ങനെ കുറെ ഇങ്ങനെ തടി കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടങ്ങള് അങ്ങനത്തെ ഒത്തിരി സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. വില ഞാൻ നോക്കിയില്ല. അത് ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ ഇതുവരെ. അവിടെ കുറെ ഇങ്ങനെ മാലയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു തോക്കൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ആ ക്യാരം ബോർഡ് ഈ മുമ്പിലാണ് വെച്ചേക്കുന്നത്. ഞങ്ങളുടെ റൂം ഇതാണ്. ഫുഡ് കഴിച്ചു. ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. അപ്പോൾ ബൈ ബൈ.